സാർ നമസ്കാരം. നമസ്കാരം. തെരഞ്ഞെടുപ്പ് ഫലം മെയ് 4-ന് പ്രഖ്യാപിക്കാനിരിക്കുന്നു. ഇതിനിടയിൽ തന്നെ പല മാധ്യമങ്ങളും കേരളം ഇനി ആര് ഭരിക്കും എന്നുള്ള സർവേകളൊക്കെ പുറത്തുവിട്ടിരിക്കുന്നു. ഒരുപക്ഷെ നിഷ്പക്ഷമായി ഒരു സർവേ നടത്തുന്ന മാധ്യമങ്ങൾ ചുരുക്കമായിരിക്കും. അതാണ് ഇപ്പോൾ പുറത്തു വരുന്ന പല സർവേകളും പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ സർവേ മുഖ്യമന്ത്രി പിണറായി വിജയന് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്നത്. ഒരു മാധ്യമം എന്ന രീതിയിൽ നമുക്കും അതിൻ്റെ ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ആഭ്യന്തര മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയന് കേരളത്തിൽ ദൈനംദിനം നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ച്, സംഭവങ്ങളെക്കുറിച്ച് ഇന്റലിജൻസ് വിഭാഗം കൃത്യമായി തന്നെ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇനി എന്താണൊരു മാറ്റം ഉണ്ടാവുക എന്നുള്ളതും, അതുപോലെ തന്നെ എന്തായിരിക്കും കേരളത്തിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ മാറ്റം എന്നുള്ളതും കൃത്യമായി ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് കിട്ടിയിരിക്കുന്നു. അതിനുശേഷം അദ്ദേഹം വളരെ അസ്വസ്ഥനാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പറഞ്ഞു വരുന്നത്, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തർ എന്നറിയപ്പെടുന്ന ഒരു 11 മന്ത്രിമാരെങ്കിലും, 12 പേരെന്ന് പറയുന്നു, അതിൽ 11 പേരെങ്കിലും കൃത്യമായി തോൽക്കും എന്ന് തന്നെയാണ് ഈ സർവേയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് 1, 2, 3 എന്ന രീതിയിൽ നമുക്ക് ഒന്ന് പറഞ്ഞു പോകാം. ആദ്യം തന്നെ നിയമം എടുക്കാം. നിയമത്ത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ എന്ന് പറയുന്ന ശിവൻകുട്ടി, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ ശിവൻകുട്ടിയാണ് നിയമത്ത് മത്സരിക്കുന്നത്. അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥിയായി അവിടെ 2 പേര്, ഒന്ന് ശബരിനാഥും മറ്റൊന്ന് BJPയുടെ അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരും. രാജീവ് ചന്ദ്രശേഖരും ശിവൻകുട്ടിയും തമ്മിൽ, അതായത് UDFും LDFും തമ്മിലാണ് അവിടെ മത്സരമല്ല, NDFും UDFും തമ്മിലാണ് മത്സരം. അങ്ങനെ ഒരു ചിത്രം ഉണ്ടായിരുന്നു. അതുമല്ല, ഇടതുപക്ഷവും BJPയും തമ്മിലാണ് നേർക്കുനേർ ഫൈറ്റ് നടക്കുന്നത് എന്നാണ് പറയാൻ കഴിയുന്നത്. അവിടെ കൃത്യമായി ശിവൻകുട്ടി തോൽക്കും എന്നാണ് പറയുന്നത്. മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഏതെങ്കിലും കാരണവശാൽ ശബരിനാഥ് ജയിച്ചാൽ പോലും അവിടെ ശിവൻകുട്ടിക്ക് യാതൊരു തരത്തിലുള്ള സാധ്യതയില്ല എന്നാണ് പറയുന്നത്. കാരണം രാജീവ് ചന്ദ്രശേഖരായിട്ട് അത്രത്തോളം മത്സരം നടക്കുന്നു എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട്. എങ്ങനെയാണ് സാറ് ശിവൻകുട്ടിയുടെ ഒരു രാഷ്ട്രീയ ഭാവി ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ എന്താണ് നമ്മളവിടെ നോക്കേണ്ടത്? കഴിഞ്ഞ തവണ നേമത്ത് ഉണ്ടായുള്ള അട്ടിമറി വിജയം എന്ന് പറയുന്നത്, BJP 2 തവണ വിജയിച്ച സീറ്റിൽ ദുർബലരായ UDF സ്ഥാനാർത്ഥികളായിരുന്നു ഉണ്ടായിരുന്നത്. ചാരുപ്പാറ രവി പോലുള്ള ജനതാദളിന്റെ സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തി വെറും 13,000 വോട്ടാണ് കിട്ടിയിരുന്നത്. എന്നാൽ 36,000 വോട്ടാക്കി അത് ഉയർത്തി K മുരളീധരൻ അവിടെ മത്സരിക്കുകയും ആ സന്ദർഭത്തിൽ BJPയിലേക്ക് പോയ കുറെ വോട്ടുകൾ കോൺഗ്രസിലേക്ക് വരികയും ചെയ്തതുകൊണ്ടാണ് കഴിഞ്ഞ തവണ CPMന് അവിടെ വിജയിക്കാൻ, ശിവൻകുട്ടിക്ക് അവിടെ വിജയിക്കാൻ പറ്റിയത്. എന്നാൽ ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവിടെ CPM വളരെ പിന്നോട്ട് പോവുകയുണ്ടായി. അതിലുപരിയായിട്ട് പുതിയൊരു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്നത് ശബരിനാഥ് ആയിരുന്നു. ഇവരുടെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ. അവിടെ BJPക്ക് ശക്തമായ അടിവേരുള്ള സ്ഥലമാണെങ്കിലും ഇപ്പോൾ ലാസ്റ്റ് ഉണ്ടായിട്ടുള്ള ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് പാറശാലയിൽ തൊട്ടടുത്തായിട്ട് തമിഴ്നാട്ടിൽ CSI സഭയുടെ ഒരാളെ, പ്രവീണിനെ സ്ഥാനാർത്ഥിയാക്കി. അത് തിരുവനന്തപുരത്തെ മറ്റു മണ്ഡലങ്ങൾക്കെല്ലാം ബാധകമാണ്. പ്രത്യേകിച്ചും നേമത്തും നാടാർ വോട്ടുകൾ വലിയ തോതിലുള്ള സ്ഥലമാണ്. ആ നാടാർ വോട്ടുകൾ ഒറ്റക്കെട്ടായിട്ട് ശബരിനാഥനിലേക്ക് പോയി എന്നുള്ളതാണ് അവസാനം പോകുന്ന വിവരം. അതുവഴി നേമത്ത് അട്ടിമറി വിജയം നേടും. അതുപോലെ BJPയിലെ ഒരു വിഭാഗം ആളുകൾ ശബരിനാഥിലേക്ക് വോട്ട് ചെയ്തു. കാരണം രാജീവ് ചന്ദ്രശേഖരനോട് വിയോജിപ്പുള്ള ഒരു വിഭാഗം BJP പ്രവർത്തകർ ബോധപൂർവം തന്നെ അവരെ അട്ടിമറിക്ക് വേണ്ടി ശ്രമിച്ചു എന്നുള്ള കാര്യമുണ്ട്. എന്തായാലും അവിടെ ഒരു ഈക്വൽ ഫൈറ്റ് തന്നെയാണ് നടന്നിട്ടുള്ളത്. പിന്നിലായിരുന്ന ശബരിനാഥൻ മുന്നോട്ട് വന്നു എന്നുള്ള പിക്ചർ വന്നെങ്കിലും നമുക്ക് ഇപ്പോഴും പറയാവുന്ന സ്ഥിതിയല്ല നേമത്ത് ആര് ജയിക്കും തോൽക്കും എന്നുള്ളത്. ശിവൻകുട്ടി തോൽക്കും എന്ന് പറയുന്നുണ്ടെങ്കിലും അത് എത്രമാത്രം ശരിയെന്ന് പറയണമെങ്കിൽ 4-ാം തീയതി തന്നെ വേണം. അപ്പൊ ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം അങ്ങനെ
വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി തോക്കും എന്നുള്ളതാണ് അവർ പറഞ്ഞു വെച്ചേക്കണേ. ഇനി കഴക്കൂട്ടത്തേക്ക് വരികയാണെങ്കിൽ, അതായത് മുൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇത്രയധികം സർക്കാരിനും സ്വന്തം വ്യക്തിപരമായും ഡാമേജ് ഉണ്ടാക്കിയിട്ടുള്ള മറ്റൊരു നേതാവില്ല എന്ന് വേണം എടുത്തു പറയാൻ. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതെ കടകംപള്ളി സുരേന്ദ്രനെ പോലെ ഒരു നേതാവിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കടകംപള്ളി സുരേന്ദ്രൻ ശബരിമലയിൽ അല്ലെങ്കിൽ ദേവസ്വം വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോൾ 2018 ഇന്ന് കാണുന്ന എല്ലാവിധ കരിങ്കൊള്ളയും ശബരിമലയിൽ നടന്നിട്ടുള്ളത്. അതായത് ശ്രീകോവിലിന്റെ ഉമ്മറപ്പടി വാതിൽ വരെ അഴിച്ചുകൊണ്ടുപോയി കച്ചവടം നടത്തി എന്നുള്ള വാർത്തകൾ പുറത്തു വന്ന് CPM-കാരായ ആളുകൾ തന്നെയാണ് SIT അറസ്റ്റ് ചെയ്ത് അകത്തിട്ടത്. അങ്ങനെ ശബരിമല കട്ടുമുടിച്ച ഭരണാധികാരി എന്ന രീതിയിൽ അങ്ങനെ ഒരു ആരോപണം കടകംപള്ളിയുടെ കാലത്താണ് ഉണ്ടായത് എന്നുള്ള ആരോപണത്തിൽ ശക്തമായ പിണറായി വിരുദ്ധ വികാരം, ഭരണവിരുദ്ധ വികാരം, ശബരിമലയിൽ ഇത്രത്തോളം കരിങ്കൊള്ള നടത്തിയ പിണറായി വിജയൻ സർക്കാരിന് കൃത്യമായ മറുപടി കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ കടകംപള്ളിയും അവിടെ തോൽക്കും എന്നാണ് വന്നിരിക്കുന്നത്. അതായത് കഴക്കൂട്ടം മണ്ഡലത്തിൽ ഞാൻ നേരിട്ട് പോയിട്ടുള്ളതാണ്. അവിടെ പ്രവർത്തനങ്ങളിലെ മികവ് കൊണ്ട് വി മുരളീധരനാണ് ഏറ്റവും മുന്നിലുള്ളത്. അതായത് നമ്മളെ പണം കൊണ്ടും എല്ലാത്തര സ്വാധീനം കൊണ്ട് അദ്ദേഹം അതേപോലെ തന്നെയുള്ള ഒരാളാണ് കടകംപള്ളിയുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ അദ്ദേഹം ഭയങ്കരമായുള്ള അഴിമതി നടത്തിയുള്ളതാണ്, തട്ടിപ്പുകാരനാണ്, പെണ്ണുപിടിയനാണ്. ഇതൊക്കെ പരസ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അദ്ദേഹം എല്ലാ വീടുകളിലും അദ്ദേഹം ഈ കല്യാണം അതേപോലെ മറ്റുള്ള ചടങ്ങുകളിൽ കൃത്യമായി പങ്കെടുക്കുകയും മരണകാര്യത്തിലായാലും അദ്ദേഹം കൃത്യമായി പങ്കെടുക്കുകയും അവിടെയൊക്കെ തന്നെ ആളുകളെ കയ്യിലെടുക്കാനുള്ള തന്ത്രങ്ങൾ അറിയുന്ന ഒരാളാണ്. സാന്നിധ്യം അറിയാം. അപ്പൊ ആളുകളെ പറ്റിച്ച് എങ്ങനെ വോട്ട് നേടാം എന്ന് കൃത്യമായി അറിയുന്ന ഒരാളാണ്. ശരത്ചന്ദ്ര പ്രസാദ് ആ നാട്ടുകാരനാണ്. ശരത്ചന്ദ്ര പ്രസാദാണ് അവിടെ UDF സ്ഥാനാർത്ഥിയായി വന്നത്. അവിടെ വിജയം ആരൊക്കാണ് എന്ന് നമുക്ക് പറഞ്ഞില്ല. ഇപ്പോഴത്തെ മന്ത്രിയൊന്നല്ല, കടകംപള്ളി പഴയ മന്ത്രിയാണ്. ഇനി നമ്മൾ ഇങ്ങോട്ട് കയറി വന്ന് ഇതാണ് അവിടുത്തെ സ്ഥിതി എന്നുള്ളതാണ് എനിക്ക്. പിന്നെ തിരുവനന്തപുരത്തൊരു ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ട്രെൻഡ് ഉണ്ടായിട്ടുണ്ട്. ആ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം സർക്കാർ ജീവനക്കാരുള്ള സ്ഥലമാണ് ഈ പറയുന്ന കഴക്കൂട്ടം. അപ്പൊ അവിടെ വലിയ തോതിൽ സർക്കാർ ജീവനക്കാർ ഒന്നടങ്കം UDF-ന് അനുകൂലമായി വോട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട്. പിന്നെ വി മുരളീധരനെതിരെയുള്ള BJP ഒരു ഭാഗം UDF-ന് വോട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട്. CPM-നെതിരെയുള്ള സാധാരണ പ്രവർത്തകർ UDF-ന് അനുകൂലമായി വോട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചിട്ടുണ്ട്. പിന്നെ ഈ വിശ്വാസികൾ ഏറ്റുള്ള സ്ഥലമാണ് കഴക്കൂട്ടം. അത്തരം വോട്ടുകളും UDF-ന് പോയി എന്ന് പറയുന്നുണ്ട്. ഇലക്ഷൻ റിസൾട്ട് വരാതെ ഇനി അവിടുത്തെ ഒരു വിധി പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. എനിക്ക് നേരിട്ട് പോയുള്ള അനുഭവം കൊണ്ടാണ് പറയുന്നത്. എന്തായാലും ഇന്റലിജൻസ് റിപ്പോർട്ടിൽ അത് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു മന്ത്രിയുടെ കാര്യം പറയുന്നത് ഘടകകക്ഷി മന്ത്രിയാണ്. അതായത് പത്തനാപുരത്താണ് പറയുന്നത്. കൊല്ലം ജില്ലയിലേക്ക് വരുമ്പോൾ പത്തനാപുരത്ത് KB ഗണേഷ് കുമാർ ഈ അടുത്തിടെ ഉണ്ടായ വിവാദം ഉൾപ്പെടെ വീട്ടില് മറ്റൊരു സ്ത്രീയുമായി അദ്ദേഹത്തെ കണ്ടു എന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ ഉണ്ടാക്കിയ ചില വിവാദങ്ങൾ, അതിനു മുമ്പ് അതുപോലത്തെ ധാരാളം വിവാദങ്ങള് ബഹുമാന്യനായ ഉമ്മൻചാണ്ടി മന്ത്രിസഭ മറിച്ചിടുന്നതിന് വേണ്ടി ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു സോളാർ വിവാദ നായിക ഇറക്കിയുള്ള കളികളൊക്കെ കളിച്ചത് അന്നേ മുതലുള്ള കാര്യങ്ങൾ വേറെ. അപ്പൊ ഇത്തരം പല സംഭവങ്ങളും കണക്കിലെടുക്കുമ്പോൾ KB ഗണേഷ് കുമാറിന്റെ പതനം ഉറപ്പാണെന്നാണ് പറയുന്നത്. ജ്യോതികുമാർ ചാമക്കാല അവിടെ ജയം നേടും എന്നാണ് പറയുന്നത്. അതായത് ജ്യോതികുമാർ ചാമക്കാല വിജയിക്കുന്നതിന് 2 ഘടകങ്ങളുണ്ട്. അവിടെ ഗണേഷ് കുമാർ തോൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും, ദയനീയമായ പരാജയമായിരിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗണേഷ് കുമാറിന്റെ പറ്റിയുള്ള വ്യാപകമായിട്ടുള്ള പെണ്ണ് വിഷയങ്ങൾ കടന്നു വന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് 5000-ഓളം പേരായിട്ട് എനിക്ക് ബന്ധമുണ്ടായിരുന്നു എന്ന് പരസ്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ സ്ത്രീകളും അദ്ദേഹത്തിന് ധാരാളം അവിഹിത ബന്ധങ്ങളിലൂടെ കുട്ടികൾ ജനിച്ചിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ സോളാർ നായികയിൽ ഒരു കുട്ടിയിൽ നിന്ന് സോളാർ നായികനെ പറഞ്ഞിട്ടുള്ളത്. പിതാവ് ഗണേശനാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിലുപരിയായിട്ട് ഉമ്മൻചാണ്ടിയെ അദ്ദേഹം കള്ളക്കേസിൽ കുടുക്കി നശിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന കാര്യം, പിന്നെ അദ്ദേഹത്തിന്റെ മകള് തന്നെ അവിടെ വന്ന് ഭയങ്കരമായിട്ട് അടുത്തിട്ട് വരെ പ്രവർത്തിക്കുകയും അത് ജനകീയ വികാരമായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. അതിലപ്പുറത്തേക്ക് ജ്യോതികുമാർ ചാമക്കാല കഴിഞ്ഞ ഒരു വർഷമായി അവിടെ തമ്പടിച്ച് കൃത്യമായി അടുത്തിട്ട് വരെ പ്രവർത്തിച്ചിട്ടുണ്ട്. ദിവസേന എന്നോണമുള്ള ഇവരുടെ ഏറ്റവും വലിയ അവിടെ ബാധിച്ചിട്ടുള്ളത് ഉമ്മൻചാണ്ടിയെ കള്ളക്കേസിൽ കുടുക്കി എന്ന് പറയുന്ന ഒരു കേസ് കൊട്ടാരക്കരയിലുണ്ട്.
അതിൽ കൃത്യമായിട്ട് 21 പേജുള്ള സരിതാ നായരുടെ കത്ത് 26 പേജാക്കി മാറ്റി അതിൽ ബാക്കി ഭാഗങ്ങൾ ഗണേശന്റെ നിർദ്ദേശപ്രകാരം എഴുതി ചേർത്തതായിരുന്നു എന്നുള്ള, അങ്ങനെയാണ് ഉമ്മൻചാണ്ടിയും മറ്റു മന്ത്രിമാരെയും അതിന്റെ ഇതിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളതാണ് സത്യം. അപ്പം ഈ വിധത്തിൽ അവിടെ പരാജയം ഉറപ്പാണ് എന്നുള്ള സംശയമില്ലാത്ത കാര്യമാണ്. അതുപോലെ ഇനിയിപ്പോ നമ്മൾ കൊട്ടാരക്കരയ്ക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ സ്വന്തം ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ, അദ്ദേഹത്തിനെതിരെ മത്സരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കുന്ന ഒരാൾ തന്നെയാണ് CPM നിന്ന് തന്നെ വിട്ടുപോയ ആയിഷ പോറ്റി. അപ്പൊ ഈ ഒരു മത്സരത്തിൽ തീർച്ചയായും ഈ ധനവകുപ്പ് മന്ത്രി തോറ്റമ്പും എന്ന് തന്നെയാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത്. കെ എൻ ബാലഗോപാൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ എന്ന് പറയുമ്പോഴും ഈ നമ്മുടെ പി രാജീവും രാജഗോപാലും ഒക്കെ ഒരുമിച്ച് ഒരു അച്ചുതണ്ട് രൂപം കൊള്ളുന്നതായിട്ട് അടുത്ത കാലത്ത് അങ്ങനെ ഒരു ധാരണ കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ കാര്യത്തിൽ സാറിന് പറയുന്നത്? അതായത് അവിടെ ആയിഷ പോറ്റി, കൊട്ടാരക്കരയിൽ ആയിഷ പോറ്റിക്ക് ഭയങ്കര ജനപിന്തുണയുള്ള ഒരു നേതാവാണ്. അവര് കൊണ്ടുവന്ന പല നല്ല കാര്യങ്ങളും പിന്നീട് അത് ബാലഗോപാൽ സ്വന്തമാക്കുകയുണ്ടായി. പക്ഷെ ജനങ്ങൾക്കറിയാമായിരുന്നു ആയിഷ പോറ്റി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ജനങ്ങളുടെ ഒരു മന്ത്രിയാണെന്നുള്ള MLA ആയിരുന്നു എന്നുള്ളത്. മാത്രമല്ല VS അച്യുതാനന്ദന്റെ വലങ്കൈയായിരുന്നു ഈ പറയുന്ന ആയിഷ പോറ്റി. അതുവഴി ജനങ്ങളിലെ സ്ത്രീകളുടെ ഇടയിലും അതേപോലെ CPM-കാരുടെ ഇടയിൽ ഏറ്റവും അധികം ജനപിന്തുണയുള്ള അവര് ഈ അവിടെ ഭയങ്കര അട്ടിമറി വിജയം നേടാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് എനിക്ക് കൊട്ടാരക്കരയിൽ പോയപ്പോൾ നേരിട്ടുള്ള, ഞാൻ ആയിഷ പോറ്റിയെ തന്നെ കണ്ടിരുന്നു. അവരെ പേഴ്സണലായി ഹറാസ് ചെയ്യുന്ന ധാരാളം സംഭവങ്ങൾ അവിടെ അരങ്ങേറുന്നുള്ള കാര്യവും അവരെന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അപ്പൊ അവിടെ ഒരു 15-20,000 വോട്ടിന്റെ ഒരു ഭൂരിപക്ഷം കൊട്ടാരക്കരയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് അവിടെ പോയപ്പോൾ എനിക്ക് മനസ്സിലായത്. ഇനി പറയാനുള്ള സാറിന് ഏറെ പറയാനുണ്ടാവും. പത്തനംതിട്ട ജില്ലയിലേക്ക് വരും ആറന്മുളയില് അവിടെ വീണ ജോർജ് ഗംഭീര പരാജയം ഏറ്റുവാങ്ങും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാരിലെ ഏറ്റവും മോശം മന്ത്രി എന്നുള്ളൊരു പ്രതിച്ഛായ ഉണ്ടാക്കിയത്, ഏറ്റവും കെടുകാര്യസ്ഥത ഉണ്ടാക്കിയതും, ആരോഗ്യ വകുപ്പിന് ഇത്രത്തോളം നാണക്കേടുണ്ടാക്കിയിട്ടുള്ള മറ്റൊരു മന്ത്രി ഉണ്ടായിട്ടില്ല എന്ന തരത്തിൽ വിലയിരുത്തപ്പെട്ട വീണ ജോർജ് അൻപേ പരാജയപ്പെടും എന്നുള്ളതാണ് അവരുടെ റിപ്പോർട്ട്. അതായത് ഒന്നാം പിണറായി മന്ത്രിസഭയിൽ ആരോഗ്യ വകുപ്പാണ് പിണറായിക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയതെങ്കിൽ രണ്ടാം പിണറായി മന്ത്രിസഭയിൽ ആദ്യത്തെ ആരോഗ്യമന്ത്രിയെ തന്നേക്കാളധികം ഭൂരിപക്ഷം കിട്ടി. അതായത് മട്ടന്നൂരിൽ 60,000 വോട്ട് അവർക്ക് കിട്ടുകയും പിണറായി വിജയൻ 50,000 വോട്ട് കിട്ടുകയും അങ്ങനെ തന്നേക്കാൾ വളർന്നു ശൈലജ ടീച്ചർ എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഒരു കുഴലൂത്തുകാരിയായ പിണറായി വിജയന് പ്രകീർത്തിച്ച് വലിയ ആളാണെന്നല്ലോ, വലിയ ദൈവമാതിരി ആക്കി കൊടുത്ത ഈ കപ്പലുളിയില്ല കപ്പിത്താനുണ്ട് കപ്പിത്താനുണ്ടെന്നൊക്കെ പറഞ്ഞ് കുഴലൂത്ത് നടത്തിയ വീണ ജോർജിനെ കൊണ്ടുവന്ന് കേരളത്തിന്റെ ആരോഗ്യ മേഖല കുത്തഴിഞ്ഞതാക്കി നശിപ്പിച്ച് നാരായണത്ത് കല്ലെടുപ്പിച്ചത് അവരാണ്. അവസാന കാലഘട്ടത്തിൽ എനിക്കെതിരെയൊക്കെ കള്ളക്കേസ് കൊടുക്കാൻ വേണ്ടി വീണ ജോർജിനെയാണ് പിണറായി വിജയൻ ഇറക്കിയത്. എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ഒരു മന്ത്രിയാണല്ലോ. അപ്പൊ അവര് കണ്ണൂരിൽ പോയപ്പോ അവിടെ KSU വിദ്യാർത്ഥികളെ കരിങ്കൊടി കാണിച്ചു എന്നുള്ള പേരിൽ അവര് പോലീസ് പിടിച്ചുകൊണ്ടായ ശേഷം വലിയ പരസ്യമായി വെല്ലുവിളിക്കും, പിന്നീട് അവർക്ക് ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചു എന്ന് പറയുന്ന ഒരു കഥ ഉണ്ടാക്കുകയും പിന്നീട് അവർ ഹോസ്പിറ്റലിൽ കടന്നുമായ നാടകമെല്ലാം കണ്ട് ജനങ്ങൾ വെറുത്ത് അറപ്പുള്ള ഒരാളാണ് അവര് അവിടെ ധൈര്യമായി പരാജയപ്പെടുമെന്നാണ് ഞാൻ അവിടെ പോയപ്പോൾ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ കോട്ടയം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ ഏറ്റുമാനൂര് മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നൊക്കെ പറയുന്ന VN വാസവൻ, തുറമുഖ വകുപ്പ് മന്ത്രി, അപ്പൊ ദേവസ്വം വകുപ്പ് മന്ത്രി, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വാസവന്റെ പേര് നേരിട്ട് പറയപ്പെടുന്നില്ലെങ്കിലും അദ്ദേഹവും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല. ആ കാര്യങ്ങൾ പിന്നെ അദാനിയുമായി ബന്ധപ്പെട്ട് തുറമുഖവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് പറയപ്പെടുന്ന ചില കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളിലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്ന VN വാസവനും ഇക്കുറി ഏറ്റുമാനൂര് തോക്കും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. വാസവൻ തോക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അദ്ദേഹം മുമ്പ് എളംകുളം ബാങ്ക് തട്ടിപ്പ് വീരനായിരുന്നു. ക്രൈം അദ്ദേഹത്തിനെതിരെ വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം എനിക്കെതിരെ 10 കോടി രൂപ നോട്ടീസ് അയച്ചിട്ട് ഇതുവരെ കേസൊന്നും ഫയൽ ചെയ്തിട്ടില്ല. അതിനകത്ത് എളംകുളം ബാങ്ക് തട്ടിപ്പിൽ അദ്ദേഹം കുറ്റം ചെയ്തു എന്ന് അദ്ദേഹം തന്നെ അംഗീകരിക്കുന്നതാണ്. മാത്രമല്ല അദ്ദേഹം കള്ള് ഷാപ്പിലെ കറിവെപ്പുകാരനൊക്കെ ആയിരുന്നു. അതെന്തെങ്കിലും ആവട്ടെ, അത് തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യം.
അങ്ങനെയുള്ള ആള് തട്ടിപ്പും വെട്ടിപ്പിലൂടെയാണ് റെഡ്കോ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടറൊക്കെ ആയി അങ്ങനെ പിണറായി വിജയന്റെ തട്ടിപ്പുകൾക്ക് കൂട്ടുനിന്ന് കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം വളർന്ന് പിന്നീട് അദ്ദേഹത്തിന്റെ മരുമകനെ പിണറായി വിജയന്റെ രഹസ്യ പോലീസ് കാവൽക്കാരനായി മാറ്റി എല്ലാവരെയും ഫോണുകളൊക്കെ ചോർത്തി അങ്ങനെയാണ് അദ്ദേഹം വിശ്വസ്തനായത്. പിന്നീട് ഈ അദ്ദേഹം ഇപ്പം വന്ന ശബരിമല കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യമായി ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് നടത്തിയ തട്ടിപ്പുകൾക്കെല്ലാം പിന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ളത് ഇദ്ദേഹമാണ്. അവസാനം നടന്ന സർവദേശീയ അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം നടത്തി അതിലൂടെ വെട്ടിപ്പ് നടത്തിയതിന്റെയും പരിപൂർണ ഉത്തരവാദി ഇദ്ദേഹമാണ്. അപ്പൊ അങ്ങനെയുള്ള വാസവൻ അവിടെ ദയനീയമായി പരാജയപ്പെടും എന്നുള്ള തന്നെയാണ് ഏറ്റുമാനൂരിൽ നിന്ന് എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ളത്. പിന്നീട് നമ്മൾ എറണാകുളത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പി രാജീവ്, അതായത് ജൂനിയർ പിണറായി എന്നൊക്കെ വിളിക്കുന്ന രാഷ്ട്രീയത്തിൽ അങ്ങനെ അറിയപ്പെടുന്ന പി രാജീവ് കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന എറണാകുളത്ത്, അദ്ദേഹം കളമശ്ശേരി മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത്. അത് UDFന്റെ വലിയ മണ്ഡലമായിരുന്നു. പിന്നീട് അത് ഇബ്രാഹിം കുഞ്ഞിന് ശേഷം അദ്ദേഹത്തിന്റെ മകൻ ഗഫൂർ മത്സരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് കാലിടറി ലീവിന്റെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളാണ് അവർക്ക് പരാജയത്തിലേക്ക് നയിച്ചത് എന്ന് പറയുമ്പോൾ ഇക്കുറി രാജീവ് കളമശ്ശേരി മണ്ഡലത്തിൽ പരാജയപ്പെടും എന്ന് തന്നെയാണ് പറയുന്നത്. രാജീവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ അട്ടിമറി വരാൻ പോകുന്നത്, ഒന്ന്, അദ്ദേഹം 3.5 ലക്ഷം 4.5 ലക്ഷം ഇവിടെ ബിസിനസ്സുകൾ ആരംഭിച്ചതുകൊണ്ട് പച്ചക്കള്ളം പറഞ്ഞു. പുതിയ ഒരു കച്ചവടവും പുതിയതായ ഒരു ബിസിനസ്സും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. പകരം പ്രചരണം നടത്തുന്നതിൽ അദ്ദേഹം മിടുക്കനായിരുന്നു, ഒരു ഇത് കൊണ്ടുവന്നില്ല എന്നുള്ളതാണ് സത്യം. അതിലുപരിയായിട്ട് അവിടെ ഏറ്റവും അധികം ഇപ്പൊ തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇബ്രാഹിം കുഞ്ഞിന്റെ മകനാണ് മത്സരം. ഇബ്രാഹിം കുഞ്ഞിനെ അദ്ദേഹം പാലാരിവട്ടം പാലവുമായി ബന്ധപ്പെട്ട ഒരു അഴിമതി കേസ് കൊണ്ടുവരികയും എന്നിട്ട് പബ്ലിക്കായിട്ട് അദ്ദേഹത്തെ പോലീസിനെ ഉപയോഗിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അദ്ദേഹം ക്യാൻസർ രോഗിയായിട്ട് പോലും ഒരു മര്യാദ കാണിച്ചിട്ടില്ല. അതിനുശേഷം ആ കേസ് എവിടെ എത്തിയില്ല. അതിന്റെ ഈ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി അനീഷിനടക്കം ഇതുവരെ പ്രതിയാക്കിയില്ല. ആ കേസ് തുമ്പുമാലില്ലാതെ കിടക്കണം. അതായത് ഈ ഇദ്ദേഹത്തെ ഒരു ക്യാൻസർ രോഗിയായ അവിടെ ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ മാത്രം ചെയ്തിരുന്ന, അല്ലെ പാവപ്പെട്ടവർക്ക് കയ്യിൽ നിന്ന് പൈസ എടുത്തു കൊടുത്തോണ്ടിരുന്ന ഇബ്രാഹിം കുഞ്ഞിനെ വേട്ടയാടി കൊന്നത് ഇദ്ദേഹമാണ് എന്നുള്ള ഒരു വലിയ പ്രചരണം അവിടെയുണ്ട്. ഞങ്ങൾ അവിടെ പോയിട്ട് പബ്ലിക് ഒപ്പീനിയൻ എടുത്തപ്പോൾ അദ്ദേഹത്തിനെതിരെയാണ് അവിടുത്തെ ജനം കംപ്ലീറ്റ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി. എനിക്ക് തോന്നുന്നത് 10,000, 20,000 വോട്ടിന് അവിടെ തോൽക്കാനുള്ള സാധ്യതയും ഞാൻ കാണുന്നുണ്ട് അവിടെ. പിന്നെ മലപ്പുറത്തേക്ക് മുൻ മന്ത്രി, അതായത് കെ ടി ജലീൽ തവനൂര് പരാജയപ്പെടും. ഇക്കുറി പിണറായി വിജയന്റെ പ്രത്യേക വാത്സല്യം കൊണ്ടൊക്കെ മത്സരിക്കുന്നതാണ് എന്ന് പറഞ്ഞ ഈ കെ ടി ജലീൽ തവനൂര് പരാജയപ്പെടുമെന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അവിടെ കെ ടി ജലീൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാലുമാറി അവസാനം ഈ രാഷ്ട്രീയത്തിലേക്കില്ല എന്നൊക്കെ പറയുന്ന ഒരു മത്സരരംഗത്തില് ഈ സന്ദർഭത്തിലാണ് അദ്ദേഹത്തെ നിർബന്ധിച്ച് അവിടെ നിർത്തിയത്. അദ്ദേഹത്തിന് മത്സരിക്കാൻ ഇപ്രാവശ്യം താല്പര്യമേ ഉണ്ടായിരുന്നില്ല. അതോടൊപ്പം ജോയ് ആണ് വന്നത്. ജോയ് എന്ന് പറഞ്ഞാൽ മലപ്പുറത്തെ കോൺഗ്രസ്സുകാർക്കും മുസ്ലിം ലീഗുകാർക്കും ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട നേതാവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അരയും തലയും മുറുക്കിയിട്ടാണ് കോൺഗ്രസ് അതേപോലെ ലീഗ് അവിടെ ശക്തമായി പ്രവർത്തിച്ചിട്ടുള്ളത്. CPM-കാരുടെ വോട്ട് പോലും ഇത്തവണ അദ്ദേഹം ജോയ്ക്ക് കിട്ടുമെന്നുള്ള ഒരു വിവരമാണ് അവിടെ നിന്ന് കിട്ടുന്നത്. അതുകൊണ്ട് അവിടെ അദ്ദേഹം വിജയിക്കാനാണ് സാധ്യത. പിന്നെ മണ്ഡലം മാറി മത്സരിക്കുന്നുണ്ട് തിരൂരില് സ്പോർട്സ് വകുപ്പ് മന്ത്രി അബ്ദുൾ റഹ്മാൻ. അപ്പൊ അദ്ദേഹം കൃത്യമായി മെസ്സിയെ കൊണ്ടുവരും എന്ന് ചില ചാനലുകാരുമായി ബന്ധപ്പെട്ടുകൂടെ ഒരുപാട് ഉദ്ഘോഷങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. മെസ്സിയും വന്നില്ല. സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് ധാരാളം അഴിമതി വരികയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിനും കൃത്യമായി തോൽവിയാണ് അവർ പ്രവചിച്ചിരിക്കുന്നത്. അതായത് കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളെ, പ്രത്യേകിച്ച് മലപ്പുറത്തെ ഫുട്ബോൾ പ്രേമികളെ ഒന്നടക്കം കളിയാക്കിയിട്ടുള്ള പരിഹാസ്യരാക്കിയിട്ടുള്ള ഒരു ആളാണ് അബ്ദുറഹ്മാൻ. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾ ഒരു കോമാളിയായിട്ടാണ്, വിഡ്ഢിവേഷക്കാരനായിട്ടാണ്, ഒരു വിലയും നിലയില്ലാത്ത ഒരാളായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. മുമ്പ് കോൺഗ്രസ് നേതാവായിരുന്ന അദ്ദേഹം അവിടെ നിന്ന് മാറി LDF എത്തുകയും അങ്ങനെ കോൺഗ്രസിന്റെ ഒരു വിഭാഗത്തിന്റെ നല്ല സപ്പോർട്ടോട് കൂടിയിട്ടാണ് അദ്ദേഹം ജയിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തിന് യാതൊരു വിലയും നിലയില്ല. അദ്ദേഹം തോൽക്കുമെന്ന് നേരത്തെ തന്നെ ഈ CPM തന്നെ അവിടെ വിലയിരുത്തിക്കാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി
കോഴിക്കോട്ടേക്ക് വരികയാണെങ്കിൽ പേരാമ്പ്രയിൽ, അതായത് CPM-ന്റെ ശക്തമായ മത്സരം നടക്കുന്നു, അഭിമാന പോരാട്ടം എന്നൊക്കെ പറയുന്ന മുസ്ലിം ലീഗിന്റെ ഫാത്തിമ തഹ്ലിയുമായി ഉള്ള മത്സരം നേർക്ക് നേർ മത്സരിക്കുന്ന TP രാമകൃഷ്ണൻ, അദ്ദേഹം LDF-ന്റെ കൺവീനർ കൂടിയാണ്, മുൻ എക്സൈസ് വകുപ്പ് മന്ത്രിയൊക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായ രീതിയിൽ അവിടെ പരാജയം ഉണ്ടാവും, ഈ ഫാത്തിമയ്ക്ക് വ്യക്തമായ ഭൂരിപക്ഷം കിട്ടും എന്നാണ് പറയപ്പെടുന്നത്. അവിടെ ഉണ്ടായിട്ടുള്ള കാര്യം എന്നാൽ ഒരു മുസ്ലിം പെൺകുട്ടി പൊതു രംഗത്ത് വരികയാണ്. അവര് അവിടെ പേരാമ്പ്ര ഇളക്കി മറിച്ചു എന്നുള്ളത് മാത്രമല്ല, TP രാമകൃഷ്ണനെ വിറപ്പിച്ചു എന്നുള്ളതാണ് സത്യം. TP രാമകൃഷ്ണൻ ഇടതുപക്ഷ മുന്നണി കൺവീനറാണ്. ആ കൺവീനറായ TP രാമകൃഷ്ണനെ എതിരെ അവിടെ ഒരു ജനപ്രളയം തന്നെയാണ് അവർ സൃഷ്ടിച്ചിട്ടുള്ളത്. അവിടെ അവരുടെ പ്രചരണത്തിനൊക്കെ ആയിരക്കണക്കിന് ആളുകളാണ് ഈ CPM-ന്റെ ഭാഗത്തു നിന്ന് പോലും ഇറങ്ങി പ്രവർത്തിക്കാനുള്ളതാണ് സത്യം. അവിടെ ദയനീയമായിട്ട് കഴിഞ്ഞ തവണ 25,000 വോട്ടിന് ജയിച്ചുള്ള ആളാണ് ആര്, നമ്മുടെ ഈ പറയുന്ന ആള് TP രാമകൃഷ്ണൻ. പക്ഷെ ഇത്തവണ ദയനീയമായ പരാജയമാണ് അവിടെ അദ്ദേഹത്തിന് ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ ഇപ്പോ ഇങ്ങോട്ട് പാലക്കാട്ടേക്ക് വരുമ്പോൾ തൃത്താലയില് MP രാജേഷ്, അത് ഇപ്പോൾ പിണറായി വിജയനുമായിട്ട് അത്ര കണ്ട് സ്വരച്ചേർച്ചയിലല്ലെങ്കിലും രാജേഷ് കൃത്യമായി അവിടെ പരാജയപ്പെടും, തോൽവി അവിടെ ഇപ്പോഴേ മണക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. ഏലപ്പള്ളിയിൽ ഒരു ബ്രൂവറി കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ കുടിവെള്ളം അടക്കം നിഷേധിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം പാലക്കാടുകാർക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ടുണ്ട്. അത് വലിയ അഴിമതിയാണ് നടന്നിട്ടുള്ളതെന്ന് വളരെ പച്ചയായിട്ടുള്ള കാര്യമാണ്. അതിന് മാത്രമല്ല, സ്വന്തം ഭാര്യയ്ക്ക് ജോലി വാങ്ങിക്കൊടുക്കുന്നതിൽ വളഞ്ഞ വഴി കൂടെ അധികാര ദുർവിനിയോഗം നടത്തിയിട്ടുള്ള ഒരാൾ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് പഴയ ഇമേജ് എല്ലാം പോയി. ഇപ്പൊ അദ്ദേഹം അവിടെ തൃത്താലി വൻ പരാജയമാണ് നേരിടുന്നത് എന്നുള്ളതാണ് അവിടെ നിന്ന് വന്ന വാർത്ത. പിന്നെ ഇപ്പൊ ഈ മന്ത്രിമാരിൽ ഇപ്പോ പ്രമുഖരായിട്ടുള്ള, അതായത് പിണറായി വിജയനായിട്ട് അടുത്ത് നിൽക്കുന്ന പ്രമുഖരായിട്ടുള്ള മന്ത്രിമാര് തോക്കും എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറഞ്ഞവര് കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തത്. ഇന്റലിജൻസ് റിപ്പോർട്ടിൽ തോക്കും എന്ന് പറഞ്ഞവര്, പക്ഷെ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ ആശ്വാസകരമായ 2 റിപ്പോർട്ട് കൂടി ബഹുമാനായ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം. അതിലൊന്ന് ബേപ്പൂരിലെ മത്സരമാണ്. ബേപ്പൂരില് മുഖ്യമന്ത്രിയുടെ മരുമകൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസ് മത്സരിക്കുന്നു. അദ്ദേഹം നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും ജയിക്കും എന്നാണ് പറയുന്നത്. PV അൻവറുമായിട്ടുള്ള നേരിട്ടുള്ള പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. അദ്ദേഹം ജയിക്കും എന്ന റിപ്പോർട്ട് വരുമ്പോൾ അത് അല്പം വിരോധാഭാസമായി തോന്നാം. എന്താണ് സാറിന് പറയാനുള്ളത്? അതായത് കോഴിക്കോട് ഞാൻ നേരിട്ട് ബന്ധമുള്ള സ്ഥലമാണ് കോഴിക്കോട് ബേപ്പൂര്. അവിടെ 1313 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലുള്ളത്. അവിടെ തന്നെ പഴയ ഡെപ്യൂട്ടി മേയറെ മീഞ്ചന്തയിൽ മത്സരിപ്പിച്ച് CPM നേതാവായ കുഞ്ഞുവിന്റെ മകനെ തോൽപ്പിച്ചതിന് പിന്നിൽ ഇദ്ദേഹമാണെന്നുള്ള ഒരു വലിയ വാർത്ത പുറത്തു വന്നിരുന്നു. CPM-ന്റെ ഉള്ളിൽ നിന്ന് തന്നെ വലിയ തോതിലുള്ള ഒരു ഒഴുക്ക് UDF-ലേക്ക് ഉണ്ടാവുകയും അവിടെ ഏറ്റവും വെറുപ്പും അറപ്പുള്ള ഒരു നേതാവായിട്ട് ഈ മുഹമ്മദ് റിയാസ് മാറുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ചും പ്രദീപ് കുമാറിനെയൊക്കെ തോൽപ്പിക്കാൻ വേണ്ടി, ലോക്സഭാ ഇലക്ഷനിൽ തോൽപ്പിക്കാൻ വേണ്ടി അരയും തലയും മുറുക്കി പ്രവർത്തിച്ചുള്ള ഒരാളാണ് ഈ പറയുന്ന റിയാസ്. അതിന്റെ പ്രതിഫലനം ഇത്തവണ ബേപ്പൂരിൽ ഉണ്ടാകും. എല്ലാ മേഖലകളിലും അവിടെ CPM-ന്റെ സാധാരണ പ്രവർത്തകർ അദ്ദേഹത്തിനെതിരെ മറച്ചു കുത്തി എന്നുള്ള വാർത്തകളാണ് പറയുന്നത്. മാത്രമല്ല, PV അൻവറിന് ഒരു ചുരുങ്ങിയത് 10,000 വോട്ടെങ്കിലും സ്വന്തമായി പിടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. PV അൻവറിന്റെ ആളുകൾ നിയുക്ത MLA-ക്ക് സ്വാഗതം എന്ന് പറഞ്ഞ ബോർഡ് ഫ്ലക്സ് വരെ വെച്ച് തുടങ്ങി. അപ്പം അവിടെ ഒരു ദയനീയമായ പരാജയമാണ് ഞാൻ കാണുന്നത്. കോഴിക്കോട് ജില്ലയിലെ 13 സീറ്റുകളും UDF കൊണ്ടുപോകുന്നു പറയുന്ന വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവമാണ് CPM-ന്റെ മുന്നിലുള്ളത് എന്നുകൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശ്വാസകരമായി പറയുന്ന ഒരു വിജയം ചെങ്ങന്നൂരില് ഭരണഘടനയിൽ കുന്തവും കുടച്ചക്രം എഴുതി വെച്ചു എന്ന് പറഞ്ഞ വിവാദ നായകനായ സജി ചെറിയാനാണ്. ഇപ്പൊ അമ്പലപ്പുഴ ആലപ്പുഴയില് G സുധാകരന്റെ പാർട്ടി വിട്ട് പിന്നെ UDF പക്ഷത്ത് നിന്നുള്ള മത്സരത്തിനൊക്കെ ഏറ്റവും കൂടുതൽ വിവാദം സൃഷ്ടിച്ച ചെങ്ങന്നൂരിൽ സജി ചെറിയാൻ കഷ്ടി രക്ഷപ്പെടും എന്നാണ്, ജയിക്കും എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത്. അതില് അത്ര കണ്ട് വിശ്വാസയോഗ്യമായ ഒരു റിപ്പോർട്ടായിട്ട് തോന്നുന്നില്ല. എന്ത് പറയുന്നു സാർ? അവിടെ അബി കുര്യാക്കോസ് ആണ് വർക്ക് ചെയ്യുന്നത്. കോൺഗ്രസിന്റെ ശക്തനായ ഒരു നേതാവിനെയാണ് ഇറക്കിയിരിക്കുന്നത്. എല്ലാ മേഖലകളിലും സ്വാധീനമുള്ള
നിഷ്പക്ഷരായ ആളുകൾ തന്നെ വോട്ട് ചെയ്യുന്ന ഒരാളാണ് ഈ പറയുന്ന അബി കുര്യാക്കോസ്. അതേസമയത്ത് CPM-ന്റെ ഉള്ളിൽ വലിയ തോതിലുള്ള ഒരു വിള്ളൽ സജി ചെറിയാനെതിരെ ഉണ്ടായിട്ടുണ്ട്. ജി സുധാകരൻ വന്നതോടുകൂടി ജി സുധാകരന്റെ അനുയായികൾ എന്ന് പറയുന്ന ആൾക്കാർ, അതേപോലെ VS അച്യുതാനന്ദന്റെ അനുയായികൾ എന്ന് പറയുന്ന ആളുകളും അവിടെ ശക്തമായി മറച്ചു കുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വലിയ ഭൂരിപക്ഷത്തിനല്ലെങ്കിലും ചെറിയൊരു ഭൂരിപക്ഷത്തിന് അവിടെ അബി കുര്യാക്കോസ് ജയിക്കുമെന്നാണ് അവസാന ഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ ഇതിപ്പോ മന്ത്രിമാര് ചേർന്ന് നിൽക്കുന്ന മന്ത്രിമാരുടെ ഒരു തോൽവിയാണ് അവര് ആ റിപ്പോർട്ടാണ് അവിടെ ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയെന്ന് പറഞ്ഞത്. പക്ഷെ അതിനോടൊപ്പം തന്നെ വളരെ ഞെട്ടിക്കുന്ന മറ്റൊരു റിപ്പോർട്ടും കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം അത് ഞെട്ടിക്കുന്ന ഒരു കാര്യം കൂടി തന്നെയാണ്. തളിപ്പറമ്പിൽ PK ശ്യാമള വലിയ മാർജിനിൽ തോക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മന്ത്രിമാരല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതാവണ്ട, പക്ഷെ അവിടെ തോൽക്കും എന്നുള്ളതാണ്. അതിന് വലിയൊരു വേറെ മന്ത്രി അവിടെ തോൽക്കുന്നുണ്ട്. കണ്ണൂരിൽ നമ്മുടെ കടന്നപ്പള്ളി രാമേന്ദ്രൻ അവിടെ ദയനീയമായി തോൽക്കും എന്നുള്ള വിവരമാണ് നിൽക്കുന്നത്. 15,000-ൽ മേലെ വോട്ടിനായിരിക്കും അവിടെ തോൽവി ഉണ്ടാവുക. പിണറായി വിജയൻ ധർമ്മടത്ത് അദ്ദേഹം തന്നെ MV ജയരാജൻ തന്നെ പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാം, പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ഈസി ആയിരിക്കില്ല എന്നതാണ്. അവിടുത്തെ അബ്ദുൾ റഷീദ് പറയുന്ന 5,000 വോട്ടിന് ജയിക്കുന്നതാണ്. ഇതേപോലെ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം മുഖ്യമന്ത്രി പിണറായി വിജയന് 50,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്രാവശ്യം കിട്ടാൻ പോണില്ല. 2,300 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അവിടെ ഒരു അട്ടിമറി വിജയം ഉണ്ടാകും എന്നുള്ളതാണ് അവിടെ നിന്ന് പറയുന്നത്. ലോക്സഭയിൽ ധർമ്മടം പുറകെ പോയി. അപ്പൊ 2,300 വോട്ടിന്റെ ഭൂരിപക്ഷം LDF ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വയനാട്ടിലെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേളു അവിടെ ദയനീയമായി തോൽക്കുമെന്ന് തന്നെ കൃത്യമായിട്ട് പ്രവചനം വന്നിട്ടുണ്ട്. ദയനീയമായിട്ടുള്ള പരാജയമായിരിക്കും അവിടെ ഉണ്ടാവുക എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള കാര്യം. ഇതേപോലെ ബിന്ദു എന്ന് പറയുന്ന നമ്മുടെ വിജയരാഘവന്റെ ഭാര്യ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇരിഞ്ഞാൽക്കുടയിൽ നിന്ന് ജയിക്കില്ല, ഉണ്ണിയാടൻ വിജയിക്കുമെന്നുള്ള വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത്. വളരെ കൃത്യമായിട്ടുള്ള വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം. അപ്പൊ എന്തായാലും മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് അദ്ദേഹത്തിന്റെ ഒരു പടിയിറക്കത്തിന്റെ സൂചന തന്നെയാണ്. CPM-ന്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ 2ാം ഭരണത്തിന്റെ മരണമണി മുഴങ്ങുന്ന ഒരു സൂചന തന്നെയാണ്. എന്തായാലും നമുക്ക് മെയ് 4-ാം തീയതി വരെ കാത്തിരിക്കാം. അതിനിടയിൽ ഈ പറഞ്ഞാൽ ഇനി മറ്റേതെങ്കിലും റിപ്പോർട്ടുകൾ പുറത്തു വരുമോ എന്നുള്ളത് കാത്തിരിക്കുക. അതായത് പിണറായി വിജയനും മറ്റു 20 മന്ത്രിമാരും തന്നെ തോൽക്കാൻ സാധ്യതയുണ്ട്. ഏറ്റവും മിനിമം 14 മന്ത്രിമാർ പിണറായി അടക്കം ചിലപ്പോൾ തോൽക്കാം എന്നുള്ളതാണ് സത്യം. ഇന്റലിജൻസ് റിപ്പോർട്ട് അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ഒരു ഭരണവിരുദ്ധ വികാരം പിണറായി വിരുദ്ധ വികാരം കൂടെ അതില് ആഞ്ഞടിക്കുന്നു എന്നുള്ളതാണ് സത്യം. BJP-ക്ക് പ്രവർത്തകർ CPM-ന് അണികൾ പോലും UDF-ന് അനുകൂലമായി ഈ ഭരണം മാറണം എന്നുള്ള ഉദ്ദേശത്തോടെ അത് വരാൻ സാധ്യത UDF ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വോട്ട് ചെയ്തു എന്നുള്ള ഒരു കാര്യമാണ് നമ്മുടെ മുന്നിലുള്ള സമയത്ത്. പിണറായി വിജയനും 20 മന്ത്രിമാരും തോറ്റാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും നമുക്ക് മെയ് 4-ാം തീയതി കാത്തിരിക്കാം.